Virgin Haben Virgin Haben Virgin Haben Legov. വെൽക്കം ബാക്ക് ടു ഡാർക്ക് മോഡ്. ചെസ്. ഒരുപാട് പേർ എന്നോട് ചോദിച്ചു, എന്തുകൊണ്ട് ചെസ്? ചെസ് എന്നാൽ അതിനൊരു ഇരുണ്ട ഭാഗമുണ്ടല്ലോ അല്ലേ? ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ളൊരു യുദ്ധമാണ് ചെസ്. അങ്ങനെയെങ്കിൽ ഇവിടെ ചെസ് അല്ലാതെ വേറെ എന്താണ് ചേരുന്നത്? ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ ചെസ്സിനെ കുറിച്ച് അറിയാവുന്ന ഒരുപാട് പേർ നിങ്ങളിലുണ്ടാകാം. നിങ്ങൾക്കറിയാത്ത ചിലത് കൂടിയുണ്ട്. പന്നിരക്തം കയ്യിലായവൻ്റെ കളിയാണ് ചെസ്. ചെസ് സാത്താൻ്റെ കളിയാണ്. മനുഷ്യനെ വശീകരിക്കാൻ സാത്താൻ നിർമ്മിച്ച കളി. ചിലപ്പോൾ ചിരി വരുന്നുണ്ടാവും അല്ലേ? എന്നാൽ അങ്ങനെയല്ല. ചെസ്സിൻ്റെ ചില അറിയാത്ത നീക്കങ്ങളെ കുറിച്ചറിഞ്ഞാൽ ആ കളിയെ ചിലപ്പോൾ നിങ്ങളും ഭയപ്പെട്ടേക്കാം. കേട്ടറിഞ്ഞവൻ്റെ വാക്കുകളേക്കാൾ വിശ്വസിക്കാൻ എളുപ്പമാണ് കണ്ടറിഞ്ഞവൻ്റെ നീക്കങ്ങളെ. കയറിപ്പോരും ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. മീറ്റ് മിസ്റ്റർ പോൾ മർഫി. ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ 188 വയസ്സ്. 1837 അമേരിക്കയിൽ ജനിച്ചു. വളരെ ചെറുപ്പം മുതലേ ചെസ്സിൽ പാണ്ഡിത്യം പ്രകടിപ്പിച്ചു. എന്നാൽ ചെസ്സിൻ്റെ അഭിമാനവും ചെസ്സിൻ്റെ വിഷമവും എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതിന് കാരണം വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ പ്രതിഭ അദ്ദേഹത്തിന് പ്രകടിപ്പിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. 1857 തൻ്റെ 20ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ചെസ്സിലൂടെ പ്രശസ്തനാകുന്നത്. ഫസ്റ്റ് അമേരിക്കൻ ചെസ് കോൺഗ്രസിൽ വിജയിയായിക്കൊണ്ട്. ശേഷം യൂറോപ്പ് മുഴുവൻ സഞ്ചരിച്ച് പല പ്രശസ്തരായ കളിക്കാരെയും തോൽപ്പിക്കുകയും തൻ്റെ പ്രശസ്തി യൂറോപ്പ് മുഴുവൻ ഉയർത്തുകയും ചെയ്തു. എന്നാൽ ആ വിജയഗാഥയ്ക്ക് ആയുസ് കുറവായിരുന്നു. 1859 തൻ്റെ ചതുരംഗ യാത്ര അവസാനിപ്പിച്ച് അദ്ദേഹം അമേരിക്കയിലേക്ക് തിരിച്ചുപോയി. പിന്നീട് അദ്ദേഹത്തെ പോൾ മർഫിയെ ആരും പൊതുമധ്യത്തിൽ കണ്ടിട്ടില്ല. എന്തുകൊണ്ടായിരുന്നു അങ്ങനെ അപ്രത്യക്ഷനായത്? ഒരു പ്രത്യേക മേഖലയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് വിജയം നേടിയെടുക്കുകയും അത് ലോകം മുഴുവൻ കൊണ്ടാടുകയും ചെയ്യുന്നത് അത്ര അപൂർവമായ വിഷയമൊന്നുമല്ല. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അത്തരം വിജയങ്ങൾ നേടിയവരെ സമൂഹത്തിൽ നിന്നും കാണാതാവുന്നതിന് പിന്നിൽ ചില കഥകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. മർഫിയെക്കുറിച്ചും അത്തരത്തിൽ ചില കഥകൾ തുന്നിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. സെല്ലിംഗ് ദ സോൾ, ആത്മാവിനെ വിൽക്കുക. സാത്താൻ്റെ കളിയിൽ മികച്ചു നിൽക്കാൻ സ്വന്തം ആത്മാവിനെ സാത്താന് ഈട് നൽകുക. അതിനുശേഷം വെറും 4 വർഷം മാത്രം നിലനിന്ന അതിപ്രശസ്തമായ ചതുരംഗ വിജയങ്ങൾ. 1862 ശേഷം പോൾ മർഫിയെ ചെസ് ബോർഡോടുകൂടി ആരും കണ്ടിട്ടില്ല. സാത്താന് ആത്മാവ് നൽകിയാൽ പിന്നെ ഒരു വിഷയമുണ്ട്. പിന്നെ മനുഷ്യനായി നിലനിൽക്കാൻ അയാൾക്ക് അവകാശമില്ല. സമൂഹത്തിൽ നിന്നും ആ ചെസ് മാന്ത്രികൻ അപ്രത്യക്ഷനായതിനു ശേഷം 1884 തൻ്റെ 47ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടതായാണ് പറയപ്പെടുന്നത്. പോൾ മർഫിയുടെ കഥ പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് ഒരു പെയിൻറ്റിംഗ് ആണ്. ലോകപ്രശസ്തമായ ചെക്ക്മേറ്റ് എന്നറിയപ്പെട്ട ഒരു പെയിൻറ്റിംഗ്. ആ പെയിൻറ്റിങ്ങിൽ 2 പേർ തമ്മിൽ ചെസ് കളിക്കുന്നതാണ് തീം. അതായത് ഒരു മനുഷ്യനും അയാളോട് മത്സരിക്കുന്നത് സാത്താനും. അതെ, ആ ഗെയിമിൽ വിജയിച്ചു നിൽക്കുന്ന ഭാവത്തിലാണ് സാത്താനെ വരച്ചു ചേർത്തിട്ടുള്ളത്. അറഗൻ്റ്ലി കോൺഫിഡൻറ്റ് എന്നാണ് ആ ചിത്രത്തിൽ സാത്താൻ്റെ മുഖഭാവത്തെ വിശേഷിപ്പിക്കുന്നത്. സാത്താനോട് കളിക്കുന്ന മനുഷ്യൻ തോൽവിയറിഞ്ഞ ഭാവത്തിൽ പ്രതീക്ഷയേറ്റിരിക്കുന്നു. തൊട്ടടുത്തുള്ള മാലാഖയുടെ മുഖത്തും സാത്താനോട് തോറ്റ മനുഷ്യനോടുള്ള സഹതാപവും വ്യക്തമാണ്.
ചെക്ക്മേറ്റ് എന്ന ഈ ഒരു പെയിന്റിങ്ങിൽ മനുഷ്യനെ തോൽപ്പിച്ച് സാത്താന് കിട്ടുന്ന സന്തോഷത്തെയല്ല വരച്ചു ചേർത്തിട്ടുള്ളത്, മറിച്ച് മനുഷ്യന്റെ ആത്മാവിനെ സമ്മാനമായി കിട്ടാൻ പോകുന്ന സാത്താന്റെ സന്തോഷത്തെയാണ് വരച്ചു ചേർത്തിട്ടുള്ളത് എന്നാണ് പലരും വിശദീകരിക്കുന്നത്. അതിലൂടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ആ കാലഘട്ടത്തിലും സെൽ ദ സോൾ എന്ന കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു എന്നതാണ്. ഒരുപക്ഷെ ഇതുകൊണ്ടൊക്കെ ആയിരിക്കുമോ ചെസ്സിനെ പലരും സാത്താന്റെ കളിയായി കാണുന്നത്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ചെസ് എന്നത് പന്നിരക്തം കയ്യിലായവരുടെ കളിയാണ് എന്ന്. പല മതപണ്ഡിതന്മാരും ചെസ്സിനെ ഒരു ഹറാമായി കണക്കാക്കുന്നുണ്ട്. മുസ്ലിം വിശ്വാസത്തിൽ മാത്രമല്ല, പല കത്തോലിക്കൻ മതപണ്ഡിതന്മാരും ചെസ്സിനെ ഡിമോണിക് ഗെയിമായി കണക്കാക്കുന്നുണ്ട്. പൊതുവെയുള്ള നിരീക്ഷണത്തിൽ ഇതിന് കാരണം ചെസ്സിലെ കരുക്കളാണ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ചെസ് അഥവാ ചതുരംഗം ഇന്ത്യയിൽ നിന്നും ആരംഭിച്ച ഒരു വിനോദമാണ്. തുടക്കം ഇന്ത്യയിൽ നിന്നും, ശേഷം പേർഷ്യയിലൂടെ ലോകം മുഴുവൻ പ്രശസ്തമായ ഒരു വിനോദം. ശേഷം സ്പെയിനിലൂടെ യൂറോപ്പിലേക്കും അത് കടന്നുപോയി. 7-ാം നൂറ്റാണ്ടിലാണ് ചതുരംഗത്തിൻ്റെ തുടക്കം. ചതുരംഗം എന്നത് ഒരു സംസ്കൃതം വാക്കാണ്. അതിൻ്റെ അർത്ഥം 4 ഭാഗങ്ങൾ എന്നാണ്. ചതുരംഗത്തിലെ കാലാൾപ്പട, കുതിരപ്പട, ആനപ്പട, രഥപ്പട എന്നിങ്ങനെ 4 ഭാഗങ്ങളെ ഇത് കണക്കാക്കുന്നു. ചതുരംഗം എന്ന ഈ വിനോദം പേർഷ്യയിലേക്ക് കടന്നതോടെ അത് ഷാത്രഞ്ച് എന്ന പേരിലും അറിയപ്പെടാൻ തുടങ്ങി. ചില വിശദീകരണങ്ങളിൽ പറയുന്ന ഒന്നുണ്ട്. കാലങ്ങൾക്ക് മുമ്പെയുള്ള ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ ചതുരംഗത്തോട് ചേർന്നുള്ള, ചതുരംഗത്തോട് സാമ്യമുള്ള ഒരു കളി ഉണ്ടായിരുന്നു അത്രേ. അതിൽ 2 ലോകങ്ങൾ തമ്മിലുള്ള യുദ്ധമായിരുന്നു കണക്കാക്കിയിരുന്നത്. ഒന്ന് ജീവിച്ചിരിക്കുന്നവരുടെ ലോകം, 2 മരിച്ചവരുടെ ലോകം. ഇങ്ങനെ ഈ ഒരു കോൺസെപ്റ്റ് പല സംസ്കാരങ്ങളിലൂടെയും വിശ്വാസങ്ങളിലൂടെയും സഞ്ചരിച്ചിട്ടുണ്ട്. പല വിശ്വാസങ്ങളിലും ഇത്തരം കരുക്കൾ ദൈവീകമായ രൂപങ്ങളായി രൂപാന്തരപ്പെട്ടിട്ടുമുണ്ട്. എന്തിന്, BC 2500 മുന്നേ തന്നെ ഹാരപ്പ, മോഹൻജദാരോ സൈറ്റുകളിൽ നിന്നും ചതുരംഗത്തോട് സാമ്യമുള്ള ബോർഡുകളും കരുക്കളും കണ്ടെത്തിയിട്ടുണ്ട്. പല മതഗ്രന്ഥങ്ങളിലും ചെസ് കളി എന്നത് ദൈവത്തിന് നിരക്കാത്ത കളിയാണ് എന്ന് പറയുന്നുണ്ട്. പല ഓർത്തഡോക്സ് ക്രിസ്ത്യൻ വിശ്വാസങ്ങളിലും സാത്താൻ്റെ കളിയാണ് ചെസ് കളി എന്നും അതിലൂടെ മനുഷ്യനെ വശീകരിക്കാൻ സാധിക്കുമെന്നും പറയുന്നുണ്ട്. പക്ഷേ അതിനൊന്നും കൃത്യമായ കാരണങ്ങളെക്കുറിച്ച് എവിടെയും വിശദീകരിക്കുന്നില്ല. പക്ഷെ അപ്പോഴും ഒരു ചോദ്യം നിലനിൽക്കുന്നു. ഫെഡറിക് മോറിസ് റാഷ് എന്ന ജർമ്മൻ ചിത്രകാരൻ തൻ്റെ ചെക്ക്മേറ്റ് എന്ന ചിത്രത്തിൽ എന്തുകൊണ്ട് സാത്താൻ്റെ വിജയത്തെ വരച്ചു ചേർത്തു? മനുഷ്യനെ തോൽപ്പിച്ച് ആത്മാവ് സ്വന്തമാക്കുന്ന സാത്താന്റെ നിർവൃതിയും നിസ്സഹായനായ മനുഷ്യന്റെ തോൽവിയും എന്തുകൊണ്ട് അയാൾ വരച്ചു ചേർത്തു? പോൾ മർഫി, ഒരു ചെസ് മാന്ത്രികനായ താങ്കൾക്ക് ഇതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ചെസ് എന്നത് ഒരു സാത്താനിക് ഗെയിമാണോ? പോൾ മർഫിക്ക് ചിലത് പറയാനുണ്ട്. ഫെഡറിക് മോറിസ് റാഷ് എന്ന ജർമ്മൻകാരൻ വരച്ച ചെക്ക്മേറ്റ് എന്ന ചിത്രം പാരീസിലെ ലോർ മ്യൂസിയത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് പൈശാചികമായ പല രഹസ്യങ്ങളും ഒളിച്ചു വെച്ചിട്ടുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന മൊണാലിസ എന്ന പെയിൻറ്റിങ്ങിനോടൊപ്പം. എന്നാൽ ഇന്ന് അതവിടെയില്ല. 1999 അതൊരു സ്വകാര്യ വ്യക്തി വാങ്ങുകയായിരുന്നു. ഇന്ന് അതിൻ്റെ പേര് ചെക്ക്മേറ്റ് എന്നല്ല, ദ ചെസ് പ്ലെയേഴ്സ് എന്നാണ്. അതിൻ്റെ പേര് അങ്ങനെ മാറാനും ഒരു കാരണമുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ വരയ്ക്കപ്പെട്ട ആ ചിത്രം ലോർ മ്യൂസിയത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ ചില ക്യൂറേറ്റേഴ്സ്, അതായത് ചിത്രകലയിൽ അപാര പാണ്ഡിത്യമുള്ള മ്യൂസിയം നടത്തിപ്പുകാരായ ചില കലാകാരന്മാർ അതിന് നൽകിയ പേരായിരുന്നു ചെക്ക്മേറ്റ്. സ്വാഭാവികമായും വിജയിച്ചു നിൽക്കുന്ന സാത്താനെയും വിഷമിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനെയും ചിത്രീകരിച്ചിട്ടുള്ള ആ ഒരു പെയിന്റിങ്ങിനെ ചെക്ക്മേറ്റ് എന്നല്ലാതെ മറ്റേത് പേരിലാണ് വിളിക്കേണ്ടത്. എന്നാൽ ആ പെയിന്റിങ്ങിന്റെ പേര് മാറാൻ മറ്റൊരു സാഹചര്യമുണ്ടായിരുന്നു. ആ സാഹചര്യത്തിന് കാരണമായത് മറ്റൊരു ചെസ് വിദഗ്ധനും. ഒരിക്കൽ അദ്ദേഹം പെയിന്റിംഗ് കാണാൻ വന്നു. ആ പെയിന്റിംഗ് നോക്കി കുറേ നേരം അങ്ങനെ നിന്നു. അതിനുശേഷം തൊട്ടടുത്തുള്ള ക്യൂറേറ്ററോട് പറഞ്ഞു, ഈ ഒരു പെയിന്റിങ്ങിലുള്ള മനുഷ്യൻ ഞാനായിരുന്നുവെങ്കിൽ അടുത്ത നീക്കത്തിൽ സാത്താനെ മലർത്തി അടിച്ചേനെ എന്ന്. അത് കേട്ട ക്യൂറേറ്റർ അത്ഭുതപ്പെട്ടു പോയി. ആ ചെസ് വിദഗ്ധൻ ആ പെയിന്റിങ്ങിലെ കരുക്കൾ കാണിച്ചുകൊണ്ട് തൻ്റെ നീക്കങ്ങൾ ക്യൂറേറ്ററോട് വിശദീകരിച്ചു. ഏതെങ്കിലും ഒരു ഭാഗത്തെ രാജാവിന് അനങ്ങാൻ പറ്റാതായാൽ മാത്രമാണല്ലോ ചെസ്സിൽ തോൽവി സംഭവിക്കുന്നത്. ഇവിടെ തോറ്റു നിൽക്കുന്ന മനുഷ്യന്റെ ഭാഗത്തെ രാജാവിന്
ഒരു നീക്കം കൂടി ബാക്കിയുണ്ട്. അത് കൃത്യമായി നീങ്ങിയാൽ സാത്താൻ അടിയറവ് പറഞ്ഞേ മതിയാകൂ എന്ന്. അങ്ങനെയിരിക്കെ ചെക്ക്മേറ്റ് അല്ലാതിരുന്ന ആ ഒരു ചിത്രത്തെ പിന്നെ എങ്ങനെയാണ് ചെക്ക്മേറ്റ് എന്ന് വിളിക്കുന്നത്? ഒരിക്കലും സാധിക്കില്ല, അല്ലേ? അന്ന് വരെ ആളുകൾ വിശ്വസിച്ചിരുന്ന സാത്താൻ്റെ വിജയത്തെ ഒരൊറ്റ നീക്കം കൊണ്ട്, അല്ല, ഒരൊറ്റ വാക്കുകൊണ്ട് ഇല്ലാതാക്കിയ അതിപ്രശസ്തനായ ആ ചെസ് മാന്ത്രികൻ മറ്റാരുമായിരുന്നില്ല, അത് നിങ്ങളായിരുന്നു മിസ്റ്റർ പോൾ മർഫി. അന്ന് നിങ്ങൾ ഇല്ലാതാക്കിയത് ആ ഒരു ചിത്രത്തിൻ്റെ തെറ്റായ പേര് മാത്രമായിരുന്നില്ല, ഒരുപാട് അന്ധവിശ്വാസങ്ങൾ കൂടിയായിരുന്നു. പലരും പറയുന്നത് പോലെ സാത്താൻ ആത്മാവ് നൽകിയാണ് താങ്കൾ ഈ മാന്ത്രികത നേടിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. 20ാമത്തെ വയസ്സിൽ അമേരിക്കൻ ചെസ് കോൺഗ്രസ് വിജയിയായി എന്നത് യാഥാർത്ഥ്യം തന്നെയായിരുന്നു. എങ്കിലും ആ യാത്ര ആരംഭിച്ചത് അവിടെ നിന്നുമല്ല. ആ വിജയങ്ങളുടെ ആരംഭം 9ാമത്തെ വയസ്സിൽ സ്കൂൾ ചാമ്പ്യൻ ആയിക്കൊണ്ടായിരുന്നു. അതിനുശേഷം പല മത്സരങ്ങളിലും വിജയിയായ പോളിൻ്റെ വിജയയാത്ര 1864 വരെ നീണ്ടുനിന്നിരുന്നു. അമേരിക്കൻ സിവിൽ വാറിൽ കുടുംബത്തിൽ സംഭവിച്ച ചില പ്രശ്നങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് സംഭവിച്ച ചില മാനസിക പ്രശ്നങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിലുള്ള മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് വിശദീകരണങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോൾ മർഫി ഇന്നും ചെസ് സ്നേഹികൾക്ക് ഒരു മാന്ത്രികൻ തന്നെയാണ്. അദ്ദേഹം തൻ്റെ ആത്മാവ് സാത്താന് നൽകിയോ ഇല്ലയോ എന്നത് ഒരു കോൺസ്പിറസിയായി ഇന്നും നിലനിൽക്കുന്നു. ആൻഡ് ദ ഗെയിം ഈസ് ഓവർ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ